ഏട്ടൻ്റെ ജീവിതം പോലും മാറിയാനെ. ഏട്ടനില്ലാതെ ഡൽഹിക്ക് പോയ ഞങ്ങളെ കൊണ്ട് മാച്ചിലൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയുമായിരുന്നുള്ളൂ. അതിനകത്ത് പോളിറ്റിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു സാർ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അതുകൊണ്ട് കിട്ടിയ ജോലിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പെട്ടെന്ന് മൈക്കിളേട്ടൻ ഫോൺ ചെയ്ത് എന്നോട് വരാൻ പറഞ്ഞു. ഒരു ക്ലബ്ബ് ഫോം ചെയ്യണം, ഫുട്ബോൾ ക്ലബ്. കഷ്ടപ്പെടുന്ന കുട്ടികൾ, കഴിവുണ്ടായിട്ടും അവസരം ലഭിക്കാതെ പോകുന്ന കുട്ടികൾ, പാവങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ സ്വപ്നം കാണുന്ന ആരായാലും മതി. ട്രെയിൻ ചെയ്യണം. നമ്മൾ ഒരാളെ പോലും അകത്തേക്ക് വിട്ടില്ലല്ലോ അവർ. നമ്മൾ 100 പേരെ ട്രെയിൻ ചെയ്തയക്കണം. കഴിവുള്ളൊരു ടീമിന് കൊടുത്ത് ആരാ തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കൈവിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണടാ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ സാർ ഈ ടീം. ഈ ടീമിൽ ഓരോ പെൺകുട്ടികളെയും സെലക്ട് ചെയ്തത് ബിഗിലേട്ടൻ തന്നെയാണ്. അവർക്ക് വേണ്ടുന്ന ആഹാരം, അവരിടുന്ന ഡ്രസ്സ്, അവരുടെ സ്കൂൾ ഫീസ്, സ്പോർട്സ് കിറ്റ്, ട്രാവല്, മെഡിക്കല് ഇതെല്ലാം തന്നുകൊണ്ടിരുന്നതും അദ്ദേഹം തന്നെയാ. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ആ പെൺകുട്ടികളിൽ ഒരാൾ പോലും അറിയാൻ പാടില്ലെന്ന് എന്നോട് ബിഗിലേട്ടൻ പറഞ്ഞിട്ടുണ്ട് സാർ. ആ പെൺകുട്ടികളുടെ സ്വപ്നം അത് അവരുടെ മാത്രമല്ല, അത് ആ മനുഷ്യൻ്റെയും കൂടിയാണ്. അതുകൊണ്ടാണ് സാർ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഈ സ്വപ്നം നിറവേറ്റാൻ പറ്റുള്ളൂ. അതൊക്കെ ശരിയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ. കതിരെന്താടാ ചെയ്തേ? കതിരെന്താടാ നിന്നെ ചെയ്തേ? ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. കുറെ കാലമായിട്ട് ഇവൻ ഒളിവിലായിരുന്നു. ഇവൻ ഒരു 6 മാസത്തേക്ക് തീഹാർ ജയിലിൽ പിടിച്ചിട്ടാ ഇവന്റെ അഹങ്കാരം മാറിക്കോളും. വാടാ. ഞാൻ എങ്ങനെയാടാ? അത് ശരിയാവില്ലടാ. ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഏട്ടൻ്റെ സ്വപ്നം ഏത് റെയിൽവേ സ്റ്റേഷനിലാണോ പൊലിഞ്ഞു പോയത്, അതേ സ്റ്റേഷനിൽ ഇപ്പോൾ 15 പെൺകുട്ടികൾ അതേ സ്വപ്നവും കണ്ട് കാത്തിരിക്കുക. ആരെങ്കിലും ഒരു സഹായത്തിന് എത്തുമോന്നോർത്ത്. ഈ ട്രെയിൻ ഒരിക്കലും മിസ് ചെയ്യരുതേട്ടാ, പ്ലീസ്. ബാഗെല്ലാം എടുത്തോടി. വീമ്പ് ബർത്തിന്റെ കാര്യം എന്തായി? ബർത്ത് കൺഫേം ആയി. വാ നമുക്ക് പോവാം. ചേച്ചി, പുതിയ കോച്ചാര് വരുന്നുണ്ടെന്ന് പറഞ്ഞു, കാണുന്നില്ലല്ലോ. കോച്ചില്ലാതെ എങ്ങനെയാ മാച്ച് കളിക്കുന്നത്? അതൊക്കെ പിന്നീട് ആലോചിക്കാം. ആദ്യം ബാഗ് എടുക്കാം, നമുക്ക് പോവാം. ഇത് പിടിക്ക്. ആ ഏയ്, എന്താടി വരുന്നില്ലേ? അവസാന നിമിഷമെങ്കിലും ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കാതിരിക്കോ ചേച്ചി? ആരെങ്കിലും വരാതിരിക്കില്ലേ? വാ പോവാം. അസോസിയേഷന് നാളെ അയക്കാന്നാ പറഞ്ഞ്, അതും പോയി. നീ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ആ ദൈവം വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കുള്ളൂ. വാ. എടി ഇങ്ങോട്ട് വാ.
അറിയോ? ബിഗിലേ, കപ്പ് പ്രധാനം ബിഗിലേ, കപ്പ് പ്രധാനം. ഐ ആം മെസ്സി, തമിഴ്നാട് ടീം മാനേജർ. तुम्हारी टीम किधर है? ഇതെന്ത് കളിയാ? എപ്പോഴും മോശ ബസ്സിലാണല്ലോ വരിക, ഇപ്രാവശ്യം AC ബസ്സിലാണല്ലോ വന്നിരിക്കുന്നത്. ഹലോ സർ, ഐ ആം മൈക്കിൾ റായപ്പൻ, തമിഴ്നാട് ടീം കോച്ച്. हाँ हाँ, ഏയ് കോച്ച്, साइन कीजिए. ഇതറാവ്. ഇങ്ങോട്ട് വാ മോനെ. ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ കയറുന്ന സമയത്ത് കോച്ച് ഇല്ലാതെയാണല്ലോ കയറിയത്. പക്ഷെ ഇവിടെ വന്നിറങ്ങുമ്പോൾ കോച്ച് കൂടെ തന്നെ ഉണ്ടെങ്കിൽ അത് വരുന്ന വഴിക്ക് നാഗ്പൂരിൽ ഞാവൽപ്പഴം ഇട്ടുകൊണ്ടിരുന്ന ഒരുത്തിന് കോട്ട് സൂട്ട് മേടിച്ചു കൊടുത്ത് കോച്ചാക്കിയതാണോ? സാർ, ടീം ഓഫീഷ്യൽസ് ആരെങ്കിലും ഉണ്ടോ? ഹേയ് ബുദ്ധു, ഓൾറെഡി ഇവിടെ ഞാനൊരു മാനേജർ അല്ലേ, പോരാത്തതിനൊരു കോച്ചും വന്നു. അഡ്ജസ്റ്റ് ചെയ്തൂടെ? സാറേ, ടീം ഓഫീഷ്യൽസ് എല്ലാം ഉണ്ട്. വിളിക്ക് 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 വിളിക്ക്. എടാ വേഗം ഒന്ന് വാടാ. എന്താണിത്? ആപ്പിൾ വാച്ച് സാർ. ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ളവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. സോറി സാർ, ഇനി ഞാൻ യൂസ് ചെയ്യില്ല. വേഗം വാടാ ഡേ. ആരാടാ ഈ അവഞ്ചേഴ്സ്? മണ്ടയില്ലാത്ത ജീപ്പിൽ കാട്ടുപോത്തുകളെ പോലെ ഇറങ്ങി വരുന്നു. മനസ്സിലായടാ, ഇതാണ് നിങ്ങളുടെ എൻഡ് ഗെയിം. സാർ, ബിസി ഹോ? ഫിസിയോതെറാപ്പിസ്റ്റോ അതുപോലൊന്നും ഞങ്ങളുടെ ടീമിൽ ആരുമില്ല. ഞങ്ങൾ തന്നെ കമന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യും. ഈ സാധനം എങ്ങനെ ഇവിടെ വന്നത്? കഥവെല്ലാം അടച്ചല്ലോ അല്ലേ? അടച്ചു പൂട്ടി വെച്ചു. മൈക്കിൾ ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഈ നാട്ടിൽ തന്നെ ഇല്ലച്ചു. തിരുസഭയ്ക്ക് നന്ദി. ഏഞ്ചലായ നിനക്ക് ജോണിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? ഏഞ്ചൽ എന്ന ഞാൻ. ഫാദർ ഫോൺ അടിക്കുന്നുണ്ട്. ആ, താങ്ക് യു ജോൺ. ഹലോ. ആ ആ ആ, ഞാൻ എന്താച്ചു? എന്താ നീ എന്റെ വീട്ടിൽ പരിഹരിക്കാൻ നോക്കുവാണോ? അച്ചോ, മൈക്കിളിന്റെ കോളാ കൊച്ചേ. ഷീ ഈസ് ഏഞ്ചൽ, അവർ ടീം ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, സൈൻ പ്ലീസ്. ഈ ഫെഡറേഷനൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു റൗഡിനെ കൊണ്ടുവന്നിട്ട് കോച്ചാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? അയാൾ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ മാച്ച് കളിക്കാൻ ഇറങ്ങില്ല. എന്തിനാ ടെൻഷൻ ആവുന്നേ? കതിർ സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. നിനക്കുള്ള അതേ ദേഷ്യം ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഫെഡറേഷന്റെ റൂൾസ് പ്രകാരം കോച്ചില്ലാതെ ഒരിക്കലും നമുക്ക് മാച്ച് കളിക്കാൻ പറ്റില്ല. ഇതൊക്കെ വിട്ടേക്ക്. എത്രയോ ദിവസം നമ്മൾ ഷൂസ് ഇല്ലാതെ കളിച്ചിട്ടുണ്ട്, എത്രയോ ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാ ഈ ഒരു സാഹചര്യം. നമ്മളെല്ലാവരെയും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് മാച്ചിൽ നല്ലോണം പെർഫോം ചെയ്യണം. കപ്പ് നേടിയിട്ട് കതിർ സാറിന്റെ കൈ കൊണ്ട് കൊടുക്കണം. അല്ലേ മാരി? എന്താ പണി? കനി, ഞാൻ റെഡിയാ. ഞാനും റെഡിയാ. ഞാനും. എന്താ ഈ സമയത്ത് ഒരു അക്കുത്തിക്കു താനവരമത്ത് കളിക്കുന്നേ? എല്ലാരും പോയി കിടന്നേ. രാവിലെ 5 മണിക്ക് അലർട്ടായിരിക്കണം. ഈ കപ്പ് നേടിയെടുത്തതിന് ശേഷം നിനക്കെന്താ പണി? നമ്മുടെ കല്യാണമല്ലേ, 2 മാസം കൊണ്ട് കപ്പ് എടുക്കുന്നു, എന്നെ കിട്ടുന്നു. ഓക്കെ, നീ ഒന്ന് ചുമ്മാതിരിക്കെ. ആ പെൺകുട്ടികൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. അവർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഗെയിം ചെയ്യിച്ച് കപ്പ് മേടിച്ചു കൊടുത്ത്. ഞാനൊന്നും പറയുന്നില്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നെങ്കിലും പറയാവോ? റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനല്ലേ? നിന്റെ കൂടെ ഈ ടീം ജയിക്കണമെങ്കിൽ ഞാൻ വേണം, ഞാൻ ജയിക്കണമെങ്കിൽ നീയും വേണം. എന്റെ അമ്മേ, മാസ് പൊളിച്ചു പൊളിച്ചു മോനെ. 7 വർഷത്തിന് ശേഷം നിന്റെ വായിന്നൊരു റൊമാൻറ്റിക് ഡയലോഗ് കേൾക്കുന്നത്. എടാ കെട്ടിപ്പിടിക്കടാ. വേഗം പോ.
എന്താ എല്ലാരും അകത്തോട്ട് പോയിക്കേ പോയിക്കേ. Mr. Michael, this academy has its own dignity and a great history. कल जो हुआ था वो एक टेरर अटैक था. एक बुलेट अगर किसी प्लेयर को लग जाती तो ये नेशनल न्यूज बन जाती. He and his team should be immediately expelled from the academy. सर मैंने गलती किया तो मुझे डिस्क्वालिफाइड करके बाहर निकलता हूँ. मेरे प्लेयर्स में कुछ गलती नहीं है. ये जगह में आने के लिए बहुत मेहनत किया है. कुछ भी एक्शन लेने क्या तो मुझ पर लो. बचने को खेलने दो सर प्लीज. ഇനി നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ലൈഫ് ടൈം ബാൻ ചെയ്യും. Now sign and get out. Excuse me, gentlemen. സർ Please sit down. Right here. Please. നിങ്ങൾക്കെല്ലാം മൈക്കിൾ റായപ്പനെ മാത്രമേ അറിയൂ. എനിക്ക് മാത്രമാണ് ബിഗിലിനെ അറിയാവുന്നത്. He's the pride of our nation. Our country is one of the finest football player. After so many years, is back. അവനെ സ്വാഗതം ചെയ്യാതെ വിരട്ടിക്കൊണ്ടിരിക്കല്ലേ? नहीं सर, वो कल शूट आउट हुआ था. Put your commission. File an FIR. പോലീസ് അന്വേഷിക്കട്ടെ. And then I will take a decision. Not you. Sorry sir. Bigil, Sir. you got an important match tomorrow, right? Yes, sir. I'll deal with this. നീ പൊയ്ക്കോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. 2019 നാഷണൽ വുമൻസ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യത്തെ മാച്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫുട്ബോളിന്റെ തരംഗമായ മണിപ്പൂർ ടീമുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ് തമിഴ്നാട് ടീം. എന്നെ ഓർമ്മയുണ്ടോ ബിഗിലിന്? നന്നായിട്ട് ഓർമ്മയുണ്ട് ചങ്ങാതി. April 4th എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മാച്ചായിരുന്നു അത്. അതാണ് ഞാൻ അവസാനമായി തോറ്റ മാച്ച്. എനിക്കും ഒരിക്കലും അത് മറക്കാനാവാത്ത മാച്ചാണ്. അതെന്താ? നീ അവസാനമായി ജയിച്ച മാച്ചായതുകൊണ്ടാ? അതാണ് ഞാൻ അവസാനമായി കളിച്ച മാച്ച്. ബിഗിൽ, മറ്റുള്ളവർക്കെല്ലാം ഇത് തമിഴ്നാട് വേഴ്സസ് മണിപ്പൂർ മാച്ച് ആയിരിക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ബിറ്റ്വീൻ സമദ് ആൻഡ് ബിഗിൽ.